ഇത് യുകെയുടെ പ്രിയപ്പെട്ട റേഡിയോയിലുമാണ്. ലൈംലൈറ്റിന്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. ഞാനിത് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ലൈംലൈറ്റിൽ ഇന്ന് എന്റെ ഒപ്പം ഒരു പുതിയ അതിഥിയുണ്ട്. നമ്മുടെയൊക്കെ അഭിമാനമായി റെഡ് കാർപ്പറ്റിൽ തിളങ്ങി നിന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അഭിനേത്രി കനി കുസൃതിയാണ്. ഹായ് കനി. കനിയെ റേഡിയോ ലൈമിന്റെ ഗസ്റ്റായി കിട്ടിയതിനും എനിക്ക് ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ജൂലി. റേഡിയോ ലൈമിൽ അതിഥിയായിട്ട് വരാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പല അവാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാന അവാർഡും ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരവും നേടി കനി കുസൃതി ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാനമാണ്. കനി പറയൂ, പുതിയ വിശേഷങ്ങൾ, പുതിയ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പുതിയതായിട്ട് മനു അശോകൻ ഡയറക്ട് ചെയ്യണ ഐസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ചെയ്തിരുന്നു. പിന്നെ ഒരു പുതിയ ഡയറക്ടറിന്റെ ഒരു മലയാളം സിനിമയും ചെയ്തു. അതാണ് ചെയ്തത്. ഇപ്പോ മഹാറാണി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് കഴിഞ്ഞ 3 സീസണായിട്ട് സോണി ലെവലിൽ വരുന്നുണ്ട്. ഇപ്പൊ 4ാമത്തെ സീസൺ ഞങ്ങൾ ഷൂട്ട് ചെയ്യാണ്. അതൊക്കെയാണ്. അല്ലാതെ ഇടയ്ക്കുണ്ടായിരുന്ന സമയം വീട്ടിൽ നിൽക്കാൻ പറ്റി. എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരാളാണ്. വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, കനിയുടെ പുതിയ സന്തോഷങ്ങളിൽ ഞങ്ങളും പങ്കുചേരുന്നുണ്ട്. അപ്പൊ പുതിയ സിനിമയുടെ റിലീസിംഗ് എന്നാണ്? കനി പറഞ്ഞതുപോലെ നമ്മുടെ വലിയ തിരക്കിനിടയിൽ നിന്നും ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് റീഫ്രഷ് ആകും അല്ലേ? റിലീസിന്റെ ഡേറ്റ് എനിക്ക് അറിയില്ല, സോറി. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ ഒട്ടും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളേ അല്ല. എനിക്ക് വീട്ടിൽ നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടം. എല്ലാ ദിവസവും എന്റെ വീട്ടിൽ, എന്റെ മുറിയിൽ, എന്റെ കട്ടിൽ കിടക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ നമ്മുടെ ജോലി അത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് വീട്ടിൽ തന്നെ നിന്നിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയി അഭിനയിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കിടക്കാൻ പറ്റണ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്കങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലത്ത് പോകാനോ അങ്ങനെയൊന്നും ആഗ്രഹമുള്ള ഒരാളല്ല. എന്റെ വീടും എന്റെ ചുറ്റുപാടും, അതാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും വീട്ടിലെത്താൻ പറ്റുന്ന സമയം. അങ്ങനെയാണ്. ശരി, താങ്ക് യു. എനിക്ക് തോന്നുന്നു എല്ലാ ചലച്ചിത്ര പ്രവർത്തകരുടെയും ഒരു വലിയ സ്വപ്നമാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ആ റെഡ് കാർപ്പറ്റിലെ മനോഹരമായ നിമിഷങ്ങള് വളരെ സന്തോഷത്തോടും വളരെയധികം കൗതുകത്തോടും കൂടിയൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ ആ കുറച്ച് ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? ആ റെഡ് കാർപ്പറ്റിൽ നിൽക്കുമ്പോൾ കനിക്കുണ്ടായ മാനസിക വികാരം എന്തായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെയും ആഗ്രഹം ഇങ്ങനെ പോവുക അങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഒരു റെഡ് കാർപ്പറ്റിൽ പോകുന്നതാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടൊരു കലാകാരായിട്ടുള്ള ആൾക്കാരുടെ ഇതൊന്നും കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും അങ്ങനെയുള്ള ഒരാളിൽ പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു പ്രത്യേകിച്ച് അവിടെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ റെഡ് കാർപ്പറ്റിൽ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടായൊന്നുമില്ല. പക്ഷെ ആ ഒരു സിനിമ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ടീം, ഒരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്. ചെറിയൊരു ടീം ചെറിയൊരു മുതൽ മുടക്കിലുണ്ടാക്കിയ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ജേർണി ഉണ്ടാവുന്നതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ആ സന്തോഷം ഉള്ളതുകൊണ്ട് ആ സന്തോഷം എനിക്കും ഉണ്ടായി. അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു റെഡ് കാർപ്പറ്റിൽ പോകാൻ പറ്റുക അങ്ങനെയൊക്കെ ഉള്ളതാണ് ആ ഒരു ആർട്ടിസ്റ്റിന്റെ യാത്രയുടെ ഉന്നതികളെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. ഏതൊരു സിനിമയ്ക്കാണെങ്കിലും അത് കാണാൻ ആളുകൾ വരികയും അത് ആളുകൾ കാണുകയും ചെയ്യുന്നു എന്നുള്ളതും, അപ്പം കാൻ പോലെ ഒരു വേദിയിലാവുമ്പോഴും അവിടെയുള്ള ആളുകൾ സിനിമ കാണുന്നു എന്നുള്ളതൊക്കെ സന്തോഷം തന്നെയാണ്. പിന്നെ അത്രയും ചെറിയ ഒരു കൂട്ടായ്മ എന്നുണ്ടായ ഒരു സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു യാത്ര ഉണ്ടാവുന്നതിൽ സന്തോഷം. അതാണ് എനിക്ക് ഉണ്ടായത്. ആണോ? ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ, ഈ റെഡ് കാർപ്പറ്റ് ഒക്കെ കാണുമ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ കഥ കേട്ടപ്പോൾ കനിയുടെ ചിന്താഗതികൾ എന്തായിരുന്നു? ഈ സിനിമ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ വരുമല്ലോ. ഞാൻ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അതിന്റെ സ്ക്രിപ്റ്റ് ആണ് ആദ്യം വായിക്കുന്നത്. അതൊരു 7 വർഷം മുമ്പേ പായല് എന്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് എന്റെ കോണ്ടാക്ട് നമ്പർ തപ്പി കണ്ടുപിടിച്ചു വരികയും ഇങ്ങനെ ഒരു മലയാളി 2 നഴ്സുമാരുടെ ഒരു കഥ ചെയ്യുന്നുണ്ടെന്നും അതിൽ ഇപ്പോൾ ദിവ്യപ്രഭ ചെയ്ത ആ കഥാപാത്രം അനു ചെയ്യാനാണ് എന്നെ ആദ്യം സമീപിക്കുന്നത് പായൽ. എന്നിട്ട് അന്ന് അതിന്റെ ഡ്രാഫ്റ്റുകൾ അയച്ചു തന്നിരുന്നു. ഒരു 1-2 വർഷത്തിനുള്ളിൽ അന്ന് ഷൂട്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവസാനം 8 വർഷം കഴിഞ്ഞാണ് സിനിമ അവസാനം ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ആ ഒരു ചെറുപ്പകാലത്തെ കഥാപാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കും തോന്നിയിരുന്നു. പിന്നെ പായലിൽ ഞാനും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എപ്പോഴും വർക്ക് ചെയ്യണം, ഒരുമിച്ച് വർക്ക് ചെയ്യണം, ആ കഥ ഇനി എന്നാണ് നടക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കായിരുന്നു. അതുകൊണ്ട് പായൽ തന്നെയാണ് എനിക്ക് മറ്റേ ക്യാരക്ടർ ഒന്ന് ഓഡിഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അതിലേക്ക് പോണത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അനു എന്ന് പറയുന്ന ദിവ്യ അഭിനയിച്ച ആ ക്യാരക്ടർ ചെയ്യാനാണ് ഇരുന്നിരുന്നത്.
അപ്പോ ഈ കുറെ നാളായിട്ട് ഈ കഥയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളി അല്ലാത്ത ഒരു ഡയറക്ടർ മലയാളത്തിലൊരു കഥ എഴുതി ചെയ്യുന്നതും അതിലൊരു കൗതുകം ഉണ്ടായിരുന്നു. പിന്നെ പായലുമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പായലിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. ആ പായലിന്റെ വർക്കിന്റെ ഭാഗമാകണം എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ ഈ കഥയെക്കാളോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ അങ്ങനെയൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ കാരണം ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങളുടെ ഇടയിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു നീണ്ട ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയിൽ നല്ലൊരു ഗുണം ചെയ്തു എന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മളിപ്പോ ഓരോ സംവിധായകരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഓരോ അനുഭവമാണല്ലോ. പായൽ കപാടിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? പായലുമായിട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം അത്രയും ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ അന്ന് പായല് ഒന്നും സിനിമകളൊന്നും എടുത്തിട്ടില്ല. പായല് FTIയിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പായലിന്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഇന്ത്യ അത്രയും വലിയൊരു രാജ്യമാണ്, നമുക്ക് തമ്മിൽ പരിചയമില്ലെങ്കിൽ പോലും ദൂരെ ഒരാളുടെ ഒരു വർക്ക് കണ്ടിട്ട് വിളിക്കാൻ തോന്നി. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അന്നേ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ ഷൂട്ട് നടക്കണം, ഈ ഷൂട്ടില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഓൾറെഡി ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവസാനം എല്ലാം അതിന്റെ സമയമായപ്പോ പിന്നെ റിഹേഴ്സൽ ചെയ്യുമ്പോഴാണെങ്കിലും ഞങ്ങൾ പാലിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പലപ്പോഴും റിഹേഴ്സൽ ചെയ്തതും. എന്താ പറയാ, അപ്പൊ ഇങ്ങനെ ഞങ്ങളൊരു ഫാമിലി പോലെയായി. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ചില സമയത്ത് കുക്ക് ചെയ്യുക, പിന്നെ റിഹേഴ്സൽ, പിന്നെ ഞങ്ങള് താമസിച്ച ഹോട്ടലുകളെല്ലാം ഒരുമിച്ച് താമസിക്കുക, അതൊക്കെ എല്ലാ സിനിമയിലും ഉള്ള കാര്യം തന്നെയാണ് അതൊക്കെ. എന്നാലും ഒരുപാട് സമയം ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ദിവ്യയാണെങ്കിലും അതെ, ഞാനാണെങ്കിലും അതെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായത്. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് എല്ലാവർക്കും അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത എല്ലാവരും ഈക്വലി ഇൻവോൾവ് ആയ ഒരു രീതി പായൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായി. എല്ലാവരും തമ്മിൽ ഒരുപാട് സഹകരിച്ചും ഒരുപാട് എടികളൊക്കെ എന്താ പറയാ, അവരൊരുപാട് പണിയെടുത്തിട്ടാണ് പലപ്പോഴും പലതും ചെയ്തെടുക്കാൻ തന്നെ സാധിച്ചത്. എപ്പോഴും ഫോർ ഫ്രണ്ടിൽ പലപ്പോഴും അഭിനയിക്കുന്ന ആളുകളും ഡയറക്ടറും ഒക്കെയാണ് വരുന്നതെങ്കിലും ഒരു സിനിമയുടെ ജോലി എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ അവരൊരിക്കലും ചിലപ്പം മുമ്പിലേക്ക് ആ ഒരു ലൈം ലൈറ്റിൽ അവരെ കാണില്ലായിരിക്കും. പക്ഷെ ഒരുപാട് മനുഷ്യർ എന്താ പറയാ ഉറക്കളച്ചും അല്ലെങ്കിൽ എന്താ പറയാ ഓടി നടന്ന് സഹായിക്കണോണ്ടാണ് പലതും ചെയ്തെടുക്കാൻ പറ്റണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻഡിപെൻഡൻസ് സിനിമയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ ആ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു വർക്കിനായിരുന്നു അതിന്റെ ഭംഗിയുള്ളത്. അത് ഉറപ്പായിട്ടും പായലിന്റെ ഒരു എനർജിയും പായലിന്റെ ഒരു സ്നേഹവും കൂടി അതിന്റെ ഭാഗമാണ്. അതിന്റെ റിഫ്ലക്ഷൻ ഉറപ്പായിട്ടും മൊത്തം വർക്കിംഗ് സ്പേസിൽ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ യാത്രയായിരുന്നു അല്ലേ? ആ സിനിമയുടെ ആദ്യം മുതൽ സിനിമ തീർന്ന് പിന്നീട് റെഡ് കാർപ്പറ്റ് വരെയുള്ള ആ ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു എന്ന് കനി ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് നന്നായി മനസ്സിലായി. കനി കുസൃതി എന്ന പേരിലുള്ള കുട്ടിത്തം പോലെ കനി എങ്ങനെ കേട്ടിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. സ്വന്തമായ നിലപാടുകളും എന്തും തുറന്നു പറയുന്ന ആളുമാണ് കനി. മാത്രവുമല്ല വളരെ ഭംഗിയായി സംസാരിക്കും. എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ഒരുപക്ഷെ ഞാൻ വളർന്നു വന്ന സാഹചര്യം, എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയ രീതി കൊണ്ടായിരിക്കാം പലപ്പോഴും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും ചില സമയത്ത് ശരിയാണെന്ന് നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ നമുക്കറിയാം ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം നമ്മളെ അത് ശരിയല്ല എന്നും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയും. അപ്പൊ പലപ്പോഴും മനുഷ്യർ നമുക്ക് ശരിയെന്ന് ഉള്ളിൽ തോന്നിയാലും അത് പുറത്തേക്ക് പറയാനുള്ളൊരു ധൈര്യം കാണിക്കില്ല. കാരണം ഒരുപാട് ജഡ്ജ്മെന്റലായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ പുറത്തുനിന്ന് വരാം. പക്ഷെ അതിൽ തെറ്റില്ല. നമ്മൾ സമൂഹത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ അത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ ആളുകൾ ചോദിക്കട്ടെ. അത് ചോദിക്കുമ്പോൾ നമുക്ക് അതിനും ഉത്തരം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആളുകൾ നമ്മളെ പറ്റിയിട്ട് മോശം പറയുമോ അല്ലെങ്കിൽ നല്ലത് പറയണം ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എന്റെ മനസാക്ഷിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ഉറപ്പായിട്ടും ആലോചിക്കാറുണ്ട്. അതിലെ ആ മനസാക്ഷിയിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്നെ അടുപ്പമുള്ള ആൾക്കാരെ എന്റെ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടോ, ഇത് ഞാൻ മറ്റൊരാളെ ദ്രോഹിക്കുന്ന കാര്യമാണോ, അനുകമ്പ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിന്റെ ഉള്ളിലുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആലോചിക്കുക. അതിലും സൂക്ഷ്മമായിട്ട് നമുക്ക് ശരിതെറ്റുകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അത്തരം ശരിതെറ്റുകളെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അത് ചില സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ശരിയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടെ ആലോചിക്കുമ്പോൾ അതിൽ ഒരു തെറ്റുകൂടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ സ്വഭാവം ഓരോ സമയത്തും മെച്ചപ്പെടുത്താൻ തന്നെയാണ് കഴിയേണ്ടത്.
ആ രീതിയിൽ എന്നും വളർന്നുകൊണ്ടിരിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ കേരളം എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് എന്താ പറയാ, കുഞ്ഞു കുഞ്ഞ് മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഇടപെട്ടും മറ്റു മനുഷ്യർ ഇടപെട്ടും അതിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഇടപെടേണ്ടതാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഒരു കെയർ എന്നുള്ള രീതിയിലായിരിക്കും അത് തുടങ്ങുന്നത്. പക്ഷെ പലപ്പോഴും അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെയൊക്കെ വന്ന് അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സംസ്കാരവും നമുക്കുണ്ട്. അതിനോടൊന്നും എനിക്ക് അത്ര യോജിപ്പില്ല. ഓരോ മനുഷ്യരും വ്യത്യസ്തരായിരിക്കുകയും ആ വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെ അവരവരുടെ അവകാശങ്ങൾ ഉണ്ടായിരിക്കുക, അതിനോടൊപ്പം മറ്റ് മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക. അതിൽ കവിഞ്ഞൊന്നും നമ്മള് എന്താ പറയാ, അവരെന്നെ കാണുമ്പോൾ കളിയാക്കുമോ എന്നോർത്തിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെയൊന്നും ആളുകൾ ജീവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സത്യത്തിൽ. പിന്നെ ഞാൻ ആരെയും ഉപദേശിക്കാനൊന്നും പോകാറില്ല. എന്തായാലും ഞാൻ വളർന്നു വന്ന വീട്ടിലും എന്റെ ചുറ്റുമുള്ള ആൾക്കാരും എന്റെ കൂട്ടുകാരുമായിട്ട് ആ ഒരു ബന്ധത്തിൽ, എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താണോ അങ്ങനെ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റാറുണ്ട്. കള്ളം പറയേണ്ടി വരാറില്ല. ഞങ്ങൾ ശരികളും തെറ്റുകളും അങ്ങോട്ടും സംസാരിക്കാറുണ്ട്, പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കാറുണ്ട്. അതൊക്കെയാണ് ഉള്ളത്. അത് കേട്ടാൽ ഇഷ്ടമുള്ള ആൾക്കാരും ചിലപ്പോൾ ജൂലിയെ പോലെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും, തീരെ ഇഷ്ടമാകാത്ത ആൾക്കാരും ഉണ്ടാവും. അത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അല്ലാതെ ഇപ്പൊ എന്താ പറയാൻ ഒന്നുമില്ല. അപ്പൊ ആ ഒരു എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഞാൻ നന്നായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും ബോധപൂർവം നിരീക്ഷിക്കുകയും എന്താണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നത്, തെറ്റെന്ന് തോന്നുന്നത് ഞാൻ ആലോചിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് ഒരു ചിന്തയില്ലാണ്ട് തോന്നിയതുപോലെ അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല. പക്ഷെ ഫ്യൂച്ചർ ഇങ്ങനെ ചെയ്യണം, പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ വളരാവൂ, അങ്ങനെ ഞാൻ ഇല്ല. ഒരു ചെടിയുടെ പോലെ വളരുകയാണ് എന്ന് എനിക്ക് തോന്നാറ്. ശരിയാണ്, കനി പറഞ്ഞതൊക്കെ വളരെ സത്യമുള്ള കാര്യമാണ്. വളരെ ഭംഗിയായി പറഞ്ഞു. കൂടുതലും നമ്മൾ വളരുന്ന സാഹചര്യം തന്നെയാണ് നമ്മളെ എന്തിനും പ്രാപ്തരാക്കുന്നത്, അല്ലെ? കനി അവസാനം പറഞ്ഞ ഉദാഹരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ചെടി പോലെയാണെന്ന്. ചെടികൾക്ക് എപ്പോഴും ഏത് ദിശയിലേക്ക് വളർന്നാലും നല്ലൊരു മരമായി വളരണം എന്നാണ്. ഇങ്ങനെ തന്നെയാണോ കനി ഉദ്ദേശിച്ചത്? അയ്യോ, ഇതിന് ഞാൻ ഇനി എന്ത് മറുപടി പറയാനാണ്? എനിക്ക് അതിനൊരു മറുപടിയും പറയാനില്ല. ഞാനൊരു ചെടിയാണ്. ചില ആളുകൾ കിളികളാണെന്ന് തോന്നും, പറന്നു പോകാൻ പറ്റുന്ന ആളുകൾ. എന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഒരു വീട്ടിൽ തന്നെ നിൽക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞതും കൂടി ചേർത്തും കൂടിയാണ് ഞാൻ ചെടി എന്ന് പറഞ്ഞത്. എനിക്ക് നിൽക്കുന്ന ഒരു നിലത്ത് നിന്നുള്ള വളർച്ചയാണ് എനിക്ക് പറ്റുന്നത്. പല മനുഷ്യരും പക്ഷെ കിളികളെ പോലെ പറന്ന് മൊത്തത്തിൽ പറന്ന് മറ്റു സ്ഥലങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ളവരുണ്ട്. ഞാൻ ചെടിയാണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു മരം പോലെയുള്ള ആളാണ്. എൻ്റെ ഒരു നിലം ഒരിടത്ത് നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ടുള്ള വളർച്ച മാത്രമേ എനിക്ക് പറ്റാറുള്ളൂ എന്ന് ഇപ്പോഴും തോന്നാറുണ്ട്. അതും കൂടി വെച്ചിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, മനസ്സിലായി. കനി ചെറുതിലേ തന്നെ നാടകങ്ങൾ അഭിനയിച്ചു തുടങ്ങി, ഒരുപാട് നാടകങ്ങൾ ചെയ്തു. അതിൽ നിന്നും മെല്ലെ സിനിമയിലേക്ക് വന്ന ആളാണ്. അപ്പോ അഭിനയത്തോടുള്ള അടങ്ങാത്ത ഒരു ഇഷ്ടം തന്നെയാണോ ഇത്? ഇല്ല, അങ്ങനെ അഭിനയിക്കാൻ എനിക്ക് അടങ്ങാത്ത ഇഷ്ടമൊന്നുമില്ല. അഭിനയത്തിനോട് തന്നെ എനിക്ക് അത്ര വലിയ ഒരു ഇഷ്ടമുള്ള വ്യക്തിയുമല്ല. അഭിനയം കാണാൻ ഇഷ്ടമാണ് ആളുകളുടെ. ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ അഭിനയം വളരെ നന്നായി ആസ്വദിച്ച് കാണുന്ന ആളാണ് ഞാൻ നാടകത്തിൽ എത്തിപ്പെട്ടു പോയതാണ്. ഇങ്ങനെ അവർക്ക് അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും അമ്മയും നിനക്ക് നാടകം കളിക്കണമെങ്കിൽ നാടകം കളിക്കാനും പോവാം എന്ന് പറയുന്ന ഒരു അച്ഛനും അമ്മയും ആയതുകൊണ്ട്, മൈത്രേനും ജയശ്രീക്കും അങ്ങനെ ഒരു മകള് നാടകം കളിക്കാൻ പോയി കഴിഞ്ഞാൽ അതിലൊരു തെറ്റുണ്ട് എന്ന് വിചാരിക്കാത്ത ഒരു അച്ഛനും അമ്മയും ആയിരുന്നത് കൊണ്ട് അവരിങ്ങനെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോകും. അപ്പൊ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് പോകണ്ടെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ജയശ്രീയാണ് പറഞ്ഞത്, നീ ഒരു തവണ പോയി നോക്കൂ, നമുക്ക് ഒരു തവണ ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ ഇഷ്ടം ഒരു കാര്യം ഉണ്ടോ ഇല്ലെന്ന്. അതൊന്ന് രുചിച്ച് നോക്കിയാലേ നമുക്കൊരു ഭക്ഷണത്തിന്റെ സ്വാദ് അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ ജയശ്രീ പറഞ്ഞു, നീ ഒരു റിഹേഴ്സലിന് 1-2 ദിവസം അവിടെ പോയി നോക്കൂ, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോഴും എനിക്ക് അഭിനയത്തിനോടുള്ളൊരു ആകർഷണമല്ല ഉണ്ടായത്. പലതരത്തിലുള്ള മനുഷ്യർ, ഞാൻ ആ പോയ നാടക സംഘത്തിന്റെ പേര് അഭിനയ എന്നാണ്, തിരുവനന്തപുരത്തുള്ള. അവിടെ പലതരത്തിലുള്ള മനുഷ്യരുണ്ടായിരുന്നു. പെയിന്റ് പണിക്ക് പോകുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു, പത്രം ഇടാൻ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ അഭിനയത്തിനോട് ഒരുപാട് ആ ഒരു ആകർഷണം ഉള്ളതുകൊണ്ട് വന്നവരാണ്. അങ്ങനെ IAS ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന പല മനുഷ്യരുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പല പ്രായത്തിലുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയാ, നാടകം ഒരുമിച്ച് കളിക്കുമ്പോൾ എനിക്കത് എൻ്റെ മനസ്സിനെ ഒരുപാട് വികസിപ്പിക്കുന്ന പോലെ തോന്നി. നമ്മുടെ ആ പ്രായത്തിലും കവിഞ്ഞുള്ള അനുഭവങ്ങളും പ്രായത്തിലും കവിഞ്ഞുള്ള പക്വത, പ്രായത്തിൽ കവിഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതം മനസ്സിലാക്കാനുള്ള കഴിവ്, അതൊക്കെ എനിക്ക് നാടകം കളിക്കുന്നതിൽ നിന്നുണ്ടാവുന്ന മാതിരി തോന്നി. അതുകൊണ്ട് എനിക്ക് തോന്നി ഇതൊരു ഹോബി ആയിട്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യണം, വല്ലപ്പോഴും എങ്കിലും ചെയ്യാൻ പറ്റണം എന്നൊക്കെ തോന്നി. പക്ഷെ അതൊക്കെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ഹോബി പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനൊരു മുഴുവൻ സമയവും മനസ്സും കൊടുത്തുള്ള ഒരു ഡെഡിക്കേഷൻ
പാഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിലേക്ക് മുഴുവനായി വീഴാൻ തുടങ്ങിയതാണ്. അപ്പോഴും അഭിനയം എന്ന് പറയുന്ന ഒരു കാര്യത്തിനുള്ള ഒരു ആകർഷണമല്ല എനിക്കുണ്ടായിരുന്നത്. അഭിനയത്തിനെയൊക്കെ ഞാൻ കഴിഞ്ഞൊരു 8 വർഷമായിട്ടാണ് കുറച്ചെങ്കിലും ആ ഒരു കുറച്ചും കൂടെ കാര്യമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എപ്പോഴും കല ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നാടകം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു പണിയെടുക്കണം, അങ്ങനെയൊക്കെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നാടകമാണോ സിനിമയാണോ കനിക്ക് അഭിനയിക്കാൻ കൂടുതൽ എളുപ്പം? ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, രണ്ടിനോടുമുള്ള കനിയുടെ സമീപനം എങ്ങനെയാണ്? നാടകം സിനിമയും ഒക്കെ. നാടകം ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു പ്രോസസ് എന്നുള്ള അതിൻ്റെ ഒരു പ്രോസസ്സ് പലപ്പോഴും വളരെ എൻറിച്ചിങ് ആണ്. അതുകൊണ്ട് നാടകം ചെയ്യാനാണ് ഇഷ്ടം. പായലിന്റെ സിനിമ പക്ഷേ ഒരു നാടകത്തിന്റെ പോലെ ഒരു പ്രിപ്പറേഷന്റെ സമയം തന്നൊരു സിനിമയായിരുന്നുകൊണ്ട് അതും രസമായിരുന്നു. കാരണം പലപ്പോഴും പല സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ആ ഒരു അഭിനയിക്കാൻ പോകുന്ന ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ ഒരു അനുഭവം ഉണ്ടാവാറുള്ളൂ. പക്ഷെ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫെയിൽഡ് അറ്റംപ്റ്റ്, തോറ്റുപോയ പല പരിശ്രമങ്ങൾക്കൊടുവിൽ നമ്മളൊന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ആ കണ്ടെത്താനുള്ള ഒരു സമയം തരുന്നതും അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ കാണാൻ സഹായിക്കുകയും അതിനോടൊപ്പം പുറത്തേക്ക് കാണാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ തന്നെ റോഷൻ പുതിയൊരു നാടകം ചെയ്തു. അതില് അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. അതാണ് പലപ്പോഴും കൂടുതൽ എന്നെ ആകർഷിക്കുന്നത് ഒരു വർക്ക് എന്നുള്ള രീതിയിൽ. പക്ഷെ അഭിനയിക്കാൻ കുറച്ചുകൂടെ എളുപ്പം ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമയാണ് തോന്നിയിട്ടുള്ളത്. നാടകം ചെയ്യാനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എത്ര തവണ നമ്മളത് പെർഫോം ചെയ്യാൻ പോകുന്നു നമുക്ക് തന്നെ അറിയില്ല. അത്രയും തവണ ചെയ്യുമ്പോഴും അത് ആദ്യം ചെയ്യുന്ന അതിൻ്റെ അതേ പുതുമയോടുകൂടിയും എന്നാ ആ ഒരു അല്ലെങ്കിൽ ഒരു വഴക്കം വന്നും ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നാടകമാണ് കൂടുതൽ അഭിനയത്തിന്റെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ അഭിനയത്തിന്റെ നിങ്ങളുടെ കൈവഴക്കം ഡിമാൻഡ് ചെയ്യുന്നത് കൂടുതൽ നാടകമാണ്. അതിന് ഒരുപാട് ക്ഷമയും റെസലിയൻസ് ഒക്കെ വേണ്ട ഒരു കലാരൂപമാണ്. അതാണ് കൂടുതൽ പ്രയാസം തോന്നാറുണ്ട്. സിനിമയാണ് അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ആക്ടറിന് കുറച്ചും കൂടി എളുപ്പം എന്നെനിക്ക്. മറ്റും അതിനകത്തെ ഘടകങ്ങൾ ഞാൻ പറയുന്നില്ല, പക്ഷെ ആക്ടറിന് കുറച്ചും കൂടി എളുപ്പം എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സിനിമയാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ കനിയിലെ ആർട്ടിസ്റ്റിന് പൂർണ്ണമായും സംതൃപ്തിയോടെ പെർഫോം ചെയ്യാൻ കഴിയുന്നത് നാടകമാണോ സിനിമയാണോ? അങ്ങനെ സംതൃപ്തി തന്ന നാടകവും സിനിമയും ഏതായിരിക്കും? അങ്ങനെ ഞാൻ ചെയ്ത ഒന്നിനോടും എനിക്ക് അങ്ങനെ ഒരു പരിപൂർണമായിട്ടുള്ള സംതൃപ്തി വരാറില്ല. ഞാൻ തന്നെ എൻ്റെ ഒരു വലിയ ക്രിട്ടിക്കാണ്. അങ്ങനെ സംതൃപ്തി അങ്ങനെ സിനിമയിൽ കൂടുതലെന്നോ നാടകത്തിൽ കൂടുതലെന്നോ ഒന്നുമില്ല. നാടകത്തിലൊന്നും എനിക്ക് ഒരിക്കലും സംതൃപ്തി വരാറില്ല. എന്നാലും എനിക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ ഇഷ്ടമുള്ളതും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള നാടകത്തിൽ ചെയ്തിട്ടുള്ളത് ഒന്ന് പച്ച എന്ന് പറഞ്ഞിട്ടൊരു നാടകം, സുർജിത്തേട്ടന്റെ ഡയറക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു നാടകമാണ്. പണ്ട് ചെയ്തതാണ്, 2010 ആയിരിക്കും ചെയ്തിട്ടുള്ളത്. പിന്നെ റോഷന്റെ നാടകം എ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള നാടകം. ഇത് രണ്ടും എനിക്ക് കിട്ടിയ കഥാപാത്രമാണെങ്കിലും എനിക്ക് അത് ചെയ്യാനൊക്കെ എനിക്ക് തോന്നിയ നാടകങ്ങൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഞാൻ ആസ്വദിച്ച് ചെയ്ത 2 കഥാപാത്രങ്ങളാണ് അത് രണ്ടുമാണ്. സിനിമയിൽ അഭിനയിച്ചതൊന്നും എനിക്ക് ഒരിക്കലും സംതൃപ്തി വരാറില്ല. പിന്നെ കുറച്ചെങ്കിലും ഇങ്ങനെ ഓക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു മിനി വെബ് സീരീസ് ഉണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ വന്നത്. അതിൽ മൊണാലിസ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം, സീരീസ് മൊത്തമല്ല, എന്റെ ആ കഥാപാത്രം എനിക്ക് കിട്ടിയതിൽ വെച്ച് ഭയങ്കര രസമുള്ള കഥാപാത്രവും എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേ ഉള്ളൂ പറയാൻ. ബാക്കിയെല്ലാം എന്ത് കാണുമ്പോഴും വളരെ മോശമായിട്ട് പെർഫോം ചെയ്യണ പോലെയാണ് എനിക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ തോന്നാറ്. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ തോന്നാറില്ല കേട്ടോ. കനി എപ്പോഴും നല്ലൊരു അഭിനേത്രി തന്നെയാണ്. ഓരോ സിനിമയും നമുക്ക് കാട്ടിത്തരുന്നതും അത് തന്നെയാണ്. നല്ലൊരു അഭിനേത്രിയാണ് നമ്മൾ കനിയിലൂടെ കാണുന്നത്. ഇപ്പോൾ നാടകങ്ങൾ ചെയ്യാറില്ലെന്ന് തോന്നുന്നു അല്ലെ? സമയക്കുറവാണോ അതോ ഇനി സിനിമ മാത്രം ചെയ്താൽ മതി എന്നുള്ള തീരുമാനമാണോ? അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ സിനിമയാണെങ്കിലും ശരി നാടകമാണെങ്കിലും ശരി ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നല്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പോകും. ചിലപ്പോ ഈ പറഞ്ഞ പോലെ വേണുജി, കപിലയുടെ അച്ഛൻ വേണുജി നടന കൈരളി എന്ന് പറഞ്ഞിട്ട് ഇരിഞ്ഞാലക്കൂടെ അവിടെ ഒരു നവരസ സാധനയുടെ ക്ലാസ് നടക്കാറുണ്ട്. അത് പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ആദിശക്തിയുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ എനിക്ക് പറ്റുന്ന നാടകത്തിന്റെ അല്ലെങ്കിൽ അഭിനയത്തിന്റെ വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു എൻറിച്ചിങ് ബ്രേക്ക് ആണ്, അല്ലാതെ വെറുതെ ഇരിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ എനിക്ക് ഇടയ്ക്ക് എടുക്കാറുണ്ട്. അങ്ങനെ വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ പോലെ റോഷന്റെ ഈ 2ാമത്തെ നാടകത്തിൽ അഭിനയിക്കാൻ വിളിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അതെനിക്ക് കുറച്ച് വീട്ടിൽ ഇരിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത്.
അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല ഇത് ചെയ്യണ്ട അത് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. വരുന്നതിന്റെ സമയമൊക്കെ അനുസരിച്ച് പലപ്പോഴും രണ്ടും ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ. ഓക്കെ, ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഭാരതരംഗ മഹോത്സവത്തിലെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? എത്ര നാൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും കനി? ഭാരത് രംഗ് മഹോത്സവിൽ അതിപ്പോ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല. വളരെ ചെറുതായിരിക്കുമ്പോഴാണ് 16, 17, 18, 19 വയസ്സ്, ആ സമയത്താണ് ഞാൻ അടുപ്പിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത്. പിന്നെയും പോയിട്ടുണ്ട്, വലുതായിട്ടും പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും കുട്ടിക്കാലത്ത് ആദ്യം പോകുമ്പോൾ വളരെ രസകരമായ ഓർമ്മകളുണ്ട്. ഇങ്ങനെ പല ഭാഷയിലുള്ള പലതരത്തിലുള്ള പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു, പലതരത്തിലുള്ള നാടകങ്ങൾ കാണാൻ കഴിയുന്നു. പിന്നെ ആ ട്രെയിൻ ജേർണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് കേരള എക്സ്പ്രസ്സിൽ പോവുക, 2-3 ദിവസം എടുക്കും അവിടെ എത്താൻ. പലതരത്തിലുള്ള ഭക്ഷണം, നമ്മൾ വേറൊരു തരം എക്സ്പോഷർ കിട്ടുകയാണ് നമുക്ക്. ഇങ്ങനെ മറ്റ് രുചികൾ, മറ്റ് കാലാവസ്ഥകൾ, മറ്റു തരത്തിലുള്ള മനുഷ്യർ, അതിനോടൊക്കെ ഒരു പരിചിതമാവുക, എന്നിട്ട് ലൈവായിട്ട് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുക, അത് മറ്റുള്ള ആൾക്കാരെ കാണുക. പിന്നെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അവർ സീരിയസ് ആയിട്ട് ഇത് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ, Q&A ഉണ്ടാകുമ്പോൾ അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പലതും പഠിക്കും. അപ്പോൾ എനിക്കതൊരു വളരെ എന്താ പറയുക, വളരെ വിവിഡായിട്ടുള്ള ഓർമ്മയാണ് ആ ട്രെയിൻ യാത്രകളും. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി, വളരെ രസകരമായിട്ടുള്ള ഓർമ്മയാണ് അതൊക്കെ. എന്താ പറയാ, അതൊക്കെ ഒരു എന്താ പറയാ, ഒരിക്കലും തിരിച്ചിനി ചിലപ്പോൾ കിട്ടില്ല. എന്നാലും ഒരുപാട് എൻ്റെ ജീവിതത്തിനെ എൻറിച്ച് ചെയ്ത ഓർമ്മകളും അനുഭവങ്ങളുമാണ്. പക്ഷെ കേരളത്തിൽ നടക്കുന്ന ഇറ്റ്ഫോക്ക് എന്ന് പറയുന്ന നാടകത്തിന്റെ ഫെസ്റ്റിവലും വളരെ രസകരം. ഇപ്പോ ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായപ്പോൾ എനിക്കിപ്പോ എന്താണ് അതിന്റെ അവസ്ഥ എന്നറിയില്ല. എങ്കിലും ഒരു 2008, 2013, 2014 ഇടയ്ക്കൊക്കെ വളരെ രസകരമായിട്ടുള്ള ലോകോത്തര നാടകങ്ങൾ വളരെ നന്നായി ക്യൂറേറ്റ് ചെയ്തൊരു ഫെസ്റ്റിവൽ തന്നെയായിരുന്നു ഇറ്റ്ഫോക്ക്. അതും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ചിന്തകളെ നന്നായി മാറ്റാനും വലുതാക്കാനും ഒക്കെ സഹായിക്കാറുണ്ട് നാടക ഫെസ്റ്റിവലുകൾ, സിനിമാ ഫെസ്റ്റിവലുകളെ പോലെ തന്നെ. സിനിമയും ഷോർട്ട് ഫിലിമും ഒക്കെ ആയിട്ട് പല ഭാഷകളിലും കനി അഭിനയിച്ചിട്ടുണ്ട്. ഏത് ഭാഷയിൽ അഭിനയിക്കുമ്പോഴാണ് വളരെ ഈസിയായി തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ആയി അനുഭവപ്പെടുന്നത്? അത് ഉറപ്പായിട്ടും മലയാളം. ഞാൻ ഇപ്പോഴും മലയാളത്തിൽ തന്നെ ചിന്തിക്കുന്ന ആളാണ്. എനിക്ക് മലയാളം തന്നെയാണ് എൻ്റെ ഭാഷ. ഞാൻ ഭാഷാപരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അത്ര ഒരു എന്താ പറയാ ബാൻഡ് വിഡ്ത്തുള്ള ഒരു ആക്ടർ അല്ല ഞാൻ. മറ്റ് ഭാഷയാവുമ്പോൾ ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത് ആ ഒരു എന്താ പറയാ ഈസായിട്ട് അത് ചെയ്യാൻ എനിക്ക് എപ്പോഴും വരാറില്ല. പലപ്പോഴും പറയേണ്ട ഡയലോഗുകൾ മനസ്സിലാലോചിച്ച് നിൽക്കേണ്ടി വരാറുണ്ട്. അല്ലാതൊരു മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയാ, ഒരു വെള്ളം ഒഴുകുന്ന പോലെയുള്ള ആ ഒരു ഈസ് കിട്ടാറില്ല. എന്നാലും തമിഴ് വലിയ കുഴപ്പമില്ല. ഇപ്പോ ഹിന്ദി എനിക്ക് ഒട്ടും അറിയില്ല എപ്പോഴും, എന്നാലും ഹിന്ദിയിൽ നിന്നാണ് എനിക്ക് പലപ്പോഴും വർക്ക് വരിക. എന്നാലും ഹിന്ദി ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നു. എത്ര പറഞ്ഞാലും മലയാളം തന്നെയാണ്. ഞാൻ പലപ്പോഴും മലയാളത്തിൽ നിന്ന് വർക്ക് വരുമ്പോൾ അത് ഏതാണെങ്കിലും ചെയ്താലോ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു പോകാറുണ്ട് പലപ്പോഴും. കാരണം എങ്ങനെയെങ്കിലും മലയാളം ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കാലോ, നമുക്ക് ഇമോട്ട് ചെയ്യുന്നതിലേക്ക് പോകാലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത കൊണ്ട് മലയാളം തന്നെയാണ് ഉറപ്പായിട്ടും, ഒരു സംശയവും. ഓക്കെ, നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മുടെ ശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കും, വ്യക്തിത്വം വളർന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോ കനിയുടെ ജീവിതത്തിൽ കനിക്കുണ്ടായ പ്രകടമായൊരു മാറ്റം എന്തായിരിക്കും? ഞാൻ എന്ന വ്യക്തി ഇങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്ന് തോന്നിയൊരു കാര്യം? അങ്ങനെ ഒരു എന്താ പറയാ, വ്യക്തിത്വത്തിലൊരു അടിസ്ഥാനപരമായിട്ടൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഉള്ളെന്തായാണോ അത് തന്നെയാണ് ഇപ്പോഴും തന്നെയാണ്. എനിക്കാണെങ്കിലും എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർക്കാണെങ്കിലും തോന്നുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. മാറിയിട്ടുള്ളത് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പെൺകുട്ടികൾ 5 മണിക്ക് ശേഷം പുറത്തിറങ്ങണോ, 5 മണിക്ക് ശേഷമൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കാണല്ലോ നഷ്ടപ്പെടണത്. അപ്പൊ പിന്നെ ആ റിസ്ക് എടുക്കാണ്ട് വീട്ടിലിരുന്നാ പോരെ, അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലൊക്കെ എന്താ പറയാ, നമ്മൾ ധരിക്കണ വസ്ത്രം കാരണമാണ് ആളുകൾ ഒരു പക്ഷേ മോശമായിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെ തെറ്റായ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു വാവകൾ മുതൽ അങ്ങനെ വസ്ത്രധാരണമായിട്ടൊന്നും ഒരാള് ആക്രമിക്കുന്നതിനോ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്നതിനോ ഒരു കാര്യമില്ല എന്ന് കുറച്ചുകൂടി വലുതാകുമ്പോൾ മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള പലതും എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ കുട്ടിക്കാലത്ത് ഞാൻ അത്യാവശ്യം അമ്പലത്തിലാണെങ്കിലും പള്ളിയിലും പോവായിരുന്നു. പള്ളിയിൽ പോകാൻ കാര്യം വെച്ചാൽ എനിക്ക് ബൈബിള് വായിച്ചപ്പോൾ അതിൽ ഒരുപാട് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ള കുറെ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നൊരു ഇതാണ് ബൈബിൾ. അപ്പോൾ പശ്ചാത്താപമാണെങ്കിലും കുറ്റബോധം, കൺഫെഷൻ എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ എനിക്ക് പ്രേയിങ്ങിനോടും ഒരുപാട് ഇപ്പോഴാണ്
ഇപ്പോഴാണെങ്കിലും പ്രേയിങ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാലും ഒരു 17-18 വയസ്സാകുമ്പോൾ തന്നെ ഞാൻ ആ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നിന്ന് പുറത്തേക്ക് വന്നു. എനിക്ക് അങ്ങനെ ഒരു ദൈവവിശ്വാസമുള്ളൊരു വ്യക്തിയല്ല ഇപ്പോൾ ഞാൻ. അല്ലെങ്കിൽ ദൈവത്തിനെ പേടിച്ചിട്ടല്ല ഞാൻ ശരിയും തെറ്റും മനസ്സിലാക്കുന്നത്. എന്റേതായിട്ടുള്ള ശരിയും തെറ്റും ഞാൻ അല്ലാണ്ടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ശരി, ആൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ശരി, അവരവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടെന്നുള്ളതും, അത് മറ്റൊരാൾ കമന്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ, പിന്നെ പെൺകുട്ടികളായതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, പെൺകുട്ടികളായതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും കരുതൽ ഇല്ല ഇപ്പൊ ഞാൻ. അതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കുട്ടിക്കാലത്ത്. അല്ലെങ്കിൽ വൈകുന്നേരം പുറത്തിറങ്ങരുതെന്നോ അങ്ങനെയൊന്നും അല്ല. എല്ലാ പെൺകുട്ടികളും പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്ച്വലി പുറത്തെ എല്ലാ മനുഷ്യരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നും ഉണ്ടാവണേ. അപ്പൊ അങ്ങനത്തെ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒക്കെ സംസ്കാരത്ത് പല റെസ്ട്രിക്ഷനും വരുന്നത് ആ ഒരു രീതിയിൽ വരാതിരുന്നെങ്കിൽ കുറച്ചും കൂടി എല്ലാവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയേനെ. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ്. അല്ലാതെ ഉള്ളില് എന്താ പറയാ, വളരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത് സ്നേഹവും അനുകമ്പയും ഉള്ള ഒരു വ്യക്തിയായി ജീവിക്കണമെന്നും അത് കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയണമെന്നും ഉള്ളൊരു ഉള്ളാണ് എനിക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളില്. അത് നഷ്ടപ്പെടുന്ന മൊമെന്റ്സ് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് പല സംഘർഷങ്ങളും ടെൻഷൻസും ഒക്കെ വരുമ്പോഴും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ വരുമ്പോഴും ഒക്കെ നമ്മൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരാളോട് നന്നായിട്ട് പെരുമാറാൻ പറ്റാതെയൊക്കെ ഇരിക്കും. അപ്പൊ അത് തിരിച്ചറിയാൻ പറ്റുക, ക്ഷമ ചോദിക്കാൻ പറ്റുക, എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അനുകമ്പയോടെയും സ്നേഹത്തോടെയും തന്നെ പെരുമാറാൻ എന്നും പറ്റണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും അതൊക്കെ തന്നെയാണ് അന്നും ഇന്നും എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിനൊരു മാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരാളുടെ ശീലങ്ങൾ, അവരുടെ വ്യക്തിത്വം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും ഉറപ്പായിട്ടും. ഒരു സ്ത്രീ എന്ന നിലയിൽ അനുഭവിച്ച സ്വാതന്ത്ര്യം, നേട്ടം, സന്തോഷം എന്തൊക്കെയാണ്? ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒരിക്കലും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലല്ല സന്തോഷം തോന്നിയിട്ടുള്ളത്. ഞാൻ വളരുന്ന കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സ്കൂളിൽ ഒക്കെ ഇപ്പോൾ ആനിവേഴ്സറിക്ക് ആണെങ്കിലും എന്തെങ്കിലും ഒരു സിനിമാ പാട്ട് വെച്ചാലൊക്കെ നമ്മൾ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ പലപ്പോഴും ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പെൺകുട്ടികൾ അധികം തുള്ളണ്ട, അത് അവിടെ ഇരിക്കുന്ന ആൺകുട്ടികളെ ഇളക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റ് പറയുക. പ്രത്യേകിച്ച് എന്റെയൊക്കെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഡാൻസ് ഒക്കെ കളിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ പോലും പലപ്പോഴും ഡാൻസ് ഒന്നും കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വളർന്നു വലുതായി എനിക്ക് ഈ ഒരു പ്രായമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ ഇപ്പോൾ ഡാൻസ് കളിക്കണ കാണാം. അത് പാരന്റ്സ് സപ്പോർട്ട് ചെയ്യണ കാണാം. എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പഴയത് വെച്ച് നോക്കുമ്പോൾ. ആ ഒരു റെസ്ട്രിക്ഷൻ, പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യത്തിനൊക്കെ ഉള്ളത് കുറച്ചും കൂടി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പെൺകുട്ടികൾ, എനിക്ക് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഞാൻ താമസിച്ച ഹോട്ടലിന്റെ അടുത്തൊരു വഴിയിൽ 4-5 പെൺകുട്ടികൾ നിന്നിട്ട് ഇങ്ങനെ അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. പണ്ട് അങ്ങനെ ഒരു വഴിയുടെ അവിടെ നിന്നിട്ടൊന്നും അങ്ങനെ വീട്ടിൽ നിന്ന് കുട്ടികളെ വിടില്ല. അതൊരു 16-17 വയസ്സുള്ള കുട്ടികളാണ്. എന്നാൽ പോലും ഒരിക്കലും അത് അങ്ങനെ ഡാൻസ് കളിക്കാൻ തന്നെ അച്ഛനമ്മമാർ സമ്മതിക്കാറില്ല. എന്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ ഡാൻസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്, ഒരിക്കലും വീട്ടിൽ നിന്ന് സമ്മതിക്കാത്തതുകൊണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കാണുമ്പോൾ അത് സമൂഹം മുമ്പോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അത് പെൺകുട്ടികൾക്ക് നല്ല മാറ്റം. പെൺകുട്ടികൾ കുറച്ചുകൂടി കൂടുതൽ പെൺകുട്ടികളും ജോലി ചെയ്യണ പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിലൊക്കെ അവരെ ജോലിക്ക് വിടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിപ്പോ എന്റെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിലുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങൾ കാണുമ്പോഴാണ് സന്തോഷമുള്ളത്. അതുപോലെ ഉറപ്പായിട്ടും മോശം കാര്യങ്ങളും ഉണ്ടാവും. അത് മാറ്റി നല്ലതിലോട്ട് പോട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നാലും നല്ലത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട്. അത് എനിക്ക് ഉണ്ടാവുമ്പോഴോ എന്റെ യാത്രയിലോ അല്ല, എന്റെ ചുറ്റുമുള്ള പുതിയ വരുന്ന തലമുറയിൽ ഉള്ള നല്ല മാറ്റങ്ങൾ കാണുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷം. കനി പറഞ്ഞത് ശരിയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ മാറ്റങ്ങളും നല്ലതിനു വേണ്ടി മാത്രമാകട്ടെ, അല്ലെ? റേഡിയോ ലൈമിന്റെ പ്രേക്ഷകരോട്, UK മലയാളികളോട് കനിക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ എല്ലാ ദിവസവും, ഒരു വർഷത്തിലും വരുന്ന വർഷങ്ങളിലും ഒക്കെയുള്ള എല്ലാ ദിവസങ്ങളിലും അത് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. അങ്ങനത്തെ നമ്മളൊരു എന്താ പറയാ, ഒരു കണക്കെടുപ്പ് പോലെയാണ്. ഒരു വർഷം കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശരിയല്ലാതെ പെരുമാറിയത്. അതൊരു വ്യക്തിപരമായി മാത്രമല്ല, ഒരു ഗവൺമെന്റ്സിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നടക്കുന്ന മാറ്റങ്ങളിലും അല്ലെങ്കിൽ അടിച്ചമർത്തലുകളും ഒക്കെ നമ്മളൊരു നോട്ടം വെക്കുകയാണ്. ഒരു ദിവസം ആഘോഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് നടന്നത്, നമ്മൾ എന്തിലൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോയത്, എന്തിലൊക്കെയാണ് നമ്മൾ പുറകിലേക്ക് പോയെന്നുള്ളൊരു ഒരു ഉൾക്കാഴ്ച ഉണ്ടാവാനാണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ദിവസം എന്നാണ് ഞാൻ വിചാരിക്കണത്. പക്ഷെ എല്ലാ ദിവസവും അത്തരം ബോധത്തിലോട് കൂടെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്.
അങ്ങനെ ഉണ്ടാവാൻ പറ്റട്ടെ എന്ന് ഞാൻ കരുതുന്നു. പിന്നെ UK പോലെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഫ്രാൻസിൽ 2 വർഷം പഠിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഫ്രാൻസിൽ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തുനിന്ന് മാറി ദൂരെ താമസിക്കുമ്പോഴാണ് ആ ഒരു എത്രത്തോളം നമുക്ക് നമ്മുടെ നാടിനോട് അടുപ്പമുണ്ടെന്നും എന്തൊക്കെയാണ് നമ്മളുടെ റൂട്ടായിട്ടുള്ള കാര്യങ്ങളെന്നും കുറച്ചും കൂടി മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിന്റെ കുറെ രസമുള്ള കാര്യങ്ങളുള്ളതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മറ്റു സംസ്കാരങ്ങളുമായിട്ടും ഇഴുകി ചേരുമ്പോഴാണ് അതും നമ്മുടെ നാടായി മാറുക. അത് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, എനിക്കങ്ങനെ പുറത്തെ രാജ്യത്ത് ജീവിക്കാൻ ഭയങ്കരമായിട്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുള്ള ആളായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കും, പുറത്ത് ജീവിക്കുന്ന മനുഷ്യർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് നല്ല കാര്യം, അല്ലാത്ത ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും. നന്നായിട്ട് ജീവിക്കാൻ കഴിയട്ടെ, അത് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കനി, ഈ തിരക്കിനിടയിൽ റേഡിയോ ലൈമിന് ഇത്രയും സമയം തന്നതിന്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ കനിക്ക് കഴിയട്ടെ. ഒരുപാട് വലിയ പുരസ്കാരങ്ങൾ ഇനിയും കനിയെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഞാൻ എപ്പോഴും കരുതുന്നത് എന്നെ പോലെ തന്നെ ചുറ്റുമുള്ള എൻ്റെ ഒരുപാട് രസകരമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു നാടാണ് കേരളം. എല്ലാവർക്കും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ. കനിയുടെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. എന്റെ സമയം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. ഇതുവരെ കൂടെയുണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. ഇപ്പോ കേട്ടുകൊണ്ടേയിരുന്നോളൂ. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.